السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത്. ഈ മഹത്തായ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട്, ഈ പരിശുദ്ധ മാസത്തിലെ ഹുർമത്ത് മനസ്സിലാക്കിക്കൊണ്ട് സൈനി വിഷൻ എന്ന ഈ ചാനലിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഹബ്ബു റസൂലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകളും ചരിത്രങ്ങളുമാണ്. റബ്ബ് സുബ്ഹാനഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് പഠിക്കുവാനും നല്ലത് മനസ്സിലാക്കുവാനുമുള്ള കഴിവ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്ന് സംസാരിക്കുന്ന വിഷയം സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സംഭവമാണ്. മഹാനായ ഹാഫിദ് സഖാഫി റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബിൽ ഒരു സംഭവം പറയുന്നു. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു. മഹാനവരുകളോട് പറഞ്ഞു, എൻ്റെ പെൺകുട്ടി, എൻ്റെ മകള് മരിച്ചുപോയി. ആ മകളെ എനിക്ക് സ്വപ്നത്തിലൊന്ന് കാണണം, സ്വപ്നത്തിൽ ദർശിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു, നീ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് 4 റക്അത്ത് നിസ്കരിക്കണം. ആ 4 റക്അത്ത് നിസ്കാരത്തിലെ ഓരോ റക്അത്തിലും അൽഹാക്കുമുത്ത കാസുർ സൂറത്ത് ഓതി നീ ഉറക്കം വരുന്നത് വരെ അതേ സ്ഥലത്ത് കടന്ന് നീ ഹബീബിന്റെ മേൽ സ്വലാത്തു ചൊല്ലണം. എന്നാൽ നിനക്ക് നിന്റെ മരണപ്പെട്ടു പോയ മകളെ സ്വപ്നത്തിൽ കാണാം. അങ്ങനെ ആ സ്ത്രീ അതേപോലെ ചെയ്തു. രാത്രി സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ മകള് വല്ലാതെ ശിക്ഷ അനുഭവിക്കുന്നതാണ് ആ ഉമ്മ കണ്ടത്. കൈകാലുകളെ നരകത്തിലെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട നിലക്ക് ടാറുകൊണ്ടുള്ള വസ്ത്രമാണ് ധരിപ്പിച്ചിരിക്കുന്നത്. വല്ലാതെ ശിക്ഷയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദയനീയമായ രംഗം കൊണ്ട് ആ ഉമ്മ ഉറക്കിൽ നിന്ന് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോയി. നടന്ന സംഭവങ്ങൾ, സ്വപ്നത്തിൽ കണ്ട സംഭവങ്ങളെല്ലാം ഹസനുൽ ബസ്രി തങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. ആ പെണ്ണിനെ ഹസനുൽ ബസ്രി തങ്ങൾ സമാധാനിപ്പിച്ചു. നീ നിന്റെ മകൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അല്ലാഹു ശിക്ഷയിൽ നിന്ന് ചെറിയ ഇളവ് നൽകിയേക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾക്ക് ഒരു സ്വപ്നം കാണുന്നു. ഒരു സുന്ദരിയായ പെണ്ണിനെ സ്വർഗത്തിൽ കാണുന്നു. സ്വർഗത്തിലെ പൂന്തോപ്പിലൂടെ നടന്നു പോകുമ്പോൾ ആ സ്വർഗത്തിലെ പൂന്തോപ്പിൽ ഒരു കട്ടിലിൽ സുന്ദരിയായ ഒരു പെണ്ണ്, തലയിൽ നല്ല സ്വർഗീയ കിരീടം ധരിച്ച നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ കാണാനിടയായി. ആ പെണ്ണ് വന്ന് ഹസനുൽ ബസ്രി തങ്ങളോട് ചോദിക്കുകയാണ്, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? മഹാനവരുകൾ പറഞ്ഞു, ഇല്ല. നേരത്തെ നിങ്ങളടുത്തേക്ക് ഒരു ഉമ്മ ഒരു കാര്യവുമായി വന്നില്ലേ, ഒരു മകളുടെ കഥ പറഞ്ഞ് വന്നില്ലേ, ആ മകളാണ് ഞാൻ. അപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, നിന്റെ അവസ്ഥ ഇതല്ലല്ലോ, നീ വല്ലാതെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്നല്ലേ ഞാൻ കേട്ടത്. അപ്പോൾ ആ പെണ്ണ് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ മാത്രമല്ല,
എന്നെപ്പോലെ 70,000 ആളുകൾ ഇതുപോലെ ശിക്ഷ അനുഭവിക്കുന്നവരായിരുന്നു. ഞങ്ങൾ കിടക്കുന്ന ഖബർസ്ഥാനിലേക്ക് ഒരു വലിയ മഹാന് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഖുർആൻ ഓതി അവസാനം പോകുന്ന സമയത്ത് ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി ഞങ്ങൾക്ക് ഹദിയ ചെയ്തു. അക്കാരണത്താലാണ്, ആ സ്വലാത്ത് കൊണ്ടാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത്, ഞങ്ങളെ പടച്ചവനെ രക്ഷപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് കൊണ്ട് നമുക്ക് ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ പല ആവശ്യങ്ങളും നമുക്ക് നിറവേറാൻ, ആവശ്യങ്ങൾ വീടാൻ പറ്റും. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ദുന്യാവിലെയും ആഖിറത്തിലും സകലമായ നമ്മുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം സ്വലാത്താണ്. ഇന്ന അൻജാകും യൗമൽ ഖിയാമത്തി മിൻ അഹ്വാലിഹാ വ മവാത്തിനിഹാ അക്സറകും അലയ്യ സ്വലാ. ഖിയാമിന്റെ ഭയാനകമായ രംഗങ്ങളിൽ നിന്ന്, ഭയാനകമായ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് ധാരാളം സ്വലാത്ത് ചൊല്ലിയ ആളുകളാണ്. സ്വലാത്ത് കൊണ്ട് ദുന്യാവും ഖബറിലെയും ആഖിറത്തിലെയും മഹ്ശറിലും എല്ലാ പ്രയാസങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ്. ഈ സംഭവങ്ങളും ഈ ചരിത്രങ്ങളൊന്ന് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി മാത്രം നിന്നാലൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും സാധിക്കൂല. റസൂലുള്ള ഇഷ്ടപ്പെടൂല. ഫർളായ കാര്യങ്ങൾ, നിസ്കാരങ്ങൾ, നോമ്പുകൾ, അതേപോലെ തന്നെ ഹജ്ജ്, ഫർളായ കാര്യങ്ങളൊക്കെയും ചെയ്തു കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് സ്വലാത്ത് പറയണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതല്ലാതെ ഇത് കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത്. മുഴുവനും ഒരു ഫർളായ കാര്യം ചെയ്യാതെ സ്വലാത്ത് പറയണമെന്നും ഇതിനൊരു അർത്ഥവുമില്ല. അപ്പോൾ ഫർളായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത് ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ നാം സ്വലാത്ത് ചൊല്ലാൻ സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സ്വലാത്ത് നാം ചൊല്ലിയ കാരണം കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും ബേജാറുകളും, ദുന്യാവിൻ്റെ ആഖിറത്തിൻ്റെ എല്ലാ ബേജാറ് വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. ആമീൻ ബിറഹ്മതിക.